എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുമെങ്കിലും ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ വലുപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് വെന്തെടുക്കണം. എന്നിട്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അതും ആ ബീട്രൂട്ടിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി, ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വീണ്ടും അതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പം കഷ്ണങ്ങളൊക്കെ വെന്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വളരെ കുറച്ച് മതി കേട്ടോണ്ട് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കുറച്ച് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ബീട്രൂട്ട്, നമ്മുടെ ആ വെന്ത കഷ്ണങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടത്തിലേക്ക് തന്നെ നമ്മൾ ഈ വഴറ്റിയതും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മളിവിടെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ അരച്ചെടുത്തത് വീണ്ടും നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് തേങ്ങ മതി കേട്ടോ, വളരെ കുറച്ച് തേങ്ങ മതി, അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് കുറച്ച് തേങ്ങയും ആവശ്യത്തിനുള്ള ജീരകവും, ഒരു 1/4 സ്പൂണൊക്കെ ജീരകവും കൂടെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടികല്ലിലാണ് ഞാനിപ്പം ഈ കടുക് ചതച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇടികല്ലിൽ കടുക് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടുകും കൂടെ തേങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയ തീയിൽ അത് ഒന്ന് പറ്റിച്ചെടുക്കണം. കുറഞ്ഞ തീയിൽ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിന് ശേഷം അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നമ്മൾ കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കും. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ തീയിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ കടുക് താളിക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ വറുത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചടി റെസിപ്പി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് എല്ലാവരും മറ്റേ രീതിയിലൊക്കെയല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ആരും മറക്കല് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്.